ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതായത് ഇന്ന് നമ്മൾ ഷിരൂരിൽ നിന്നും കാണാതായ അർജുനെ കണ്ടെത്തും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു നമ്മൾ. പക്ഷേ ഇന്നും അതിന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഇന്ന് നമ്മൾ വളരെ നിർണായകമായ ഒരു ദിവസമായി പറഞ്ഞിരുന്നു. ഇന്ന് എന്ത് തന്നെയായാലും കണ്ടെത്തും. കാരണം ഇന്നലെ അതിനുള്ള ഏകദേശ ഒരു ലോഹത്തിൻ്റെ അംശമൊക്കെ കണ്ടെത്തിയതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ പ്രതീക്ഷകൾ ഇന്നും അതുപോലെ തന്നെ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. ഏതായാലും ഇന്ന് നമ്മൾ കണ്ടെത്താൻ രാത്രി, അതായത് അദ്ദേഹം അർജുൻ അവിടെയുണ്ടോ എന്ന്, അർജുൻ്റെ സാന്നിധ്യം വാഹനത്തിലുണ്ടോ വെള്ളത്തിനടിയിലുണ്ടോ എന്ന് രാത്രി കണ്ടെത്താനുള്ള പരിശ്രമം കൂടി നടക്കുന്നുണ്ട്. കാരണം ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ഇന്നലെ കണ്ടെത്തിയ ഭാഗങ്ങളിൽ, അതായത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗങ്ങളിൽ നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് പല തവണ ശ്രമിച്ചിട്ടും വളരെ ശക്തമായ അടിയൊഴുക്കുണ്ടായത് കാരണം അവിടെ അവർക്ക് ഡൈവ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഒരു തവണ അവർ ഡൈവ് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ബോട്ടും മറ്റുള്ളതും ആ ഒഴുക്കിൽപ്പെട്ടു. അതുകൊണ്ട് അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. ഇന്ന് രാത്രിയും, അതായത് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അതായത് അർജുൻ വണ്ടിയിലുണ്ടോ എന്ന് ഉള്ള പരിശോധന കൂടി ഇന്ന് നമ്മൾ വ്യക്തമായ ചിത്രം കിട്ടും എന്ന് വിചാരിക്കുന്നു. അതായത് തെർമൽ സ്കാനർ ഉപയോഗിച്ച് രാത്രി വളരെ ശക്തമായ ഒരു സ്കാനറാണത്, ഡ്രോണാണ്. അതുപയോഗിച്ച് സ്കാൻ ചെയ്ത് നമ്മുടെ അർജുൻ്റെ മനുഷ്യൻ്റെ ശരീരം സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇന്ദ്രപാലൻ മേജർ ജനറൽ അറിയിച്ചിരിക്കുന്നത്. അതായത് ഐപോഡ് ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. അത് വളരെ ശക്തിയേറിയ ഒരു ഡ്രോണാണ്. അത് വളരെ വ്യക്തമായി മനുഷ്യ ശരീര സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സ്കാനർ ഉപയോഗിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിച്ച് അറിയാൻ കഴിയുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതിനാൽ അത് പരിശോധന ഇന്ന് രാത്രിയും നടക്കും. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ മണ്ണൊലിപ്പിൽ, അതായത് മണ്ണിടിച്ചിൽ കാണാതായ ഭാഗങ്ങൾ ഒന്നാമതായി കാണാതായത് സേഫ്റ്റി ലൈനിങ് ആണ്. അതായത് നമ്മൾ ലോഹത്തിൻ്റെ അംശം കണ്ടെത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് കിടക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി അവിടെയുള്ളത് സേഫ്റ്റി ലൈനിങ് ആണ്. അതായത് റോഡിൻ്റെ കൈവരി എന്ന് തന്നെ പറയാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും റോഡിൻ്റെ സൈഡിൽ നീളത്തിൽ കെട്ടിയ കൈവരി. അതാണ് ഒന്നാമതായി അവിടെ നിന്ന് മണ്ണിടിച്ചിലിൽ പോയിട്ടുള്ളത്. രണ്ടാമതായി വലിയ ഒരു കൂറ്റൻ ടവർ, അതായത് ഈ കടയുടെ ഓപ്പോസിറ്റ് ഭാഗത്ത്, ആ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഓപ്പോസിറ്റ് ഭാഗത്ത് വലിയൊരു കൂറ്റൻ ടവർ ഉണ്ടായിരുന്നു. ആ ട്രക്കും വെള്ളത്തിലേക്ക് പതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മുടെ ഈ തിരച്ചിൽ നടത്തുന്ന അർജുൻ്റെ ഭാരത് ബെൻസ് ട്രക്ക്. പിന്നെ നാലാമതായി നമ്മൾ മുന്നേ കണ്ടെത്തിയ ലോറിയുടെ ടാങ്കർ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ക്യാബിൻ ഇതുവരെയും കണ്ടെത്തിയില്ല. അതാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ പരിശോധനയിൽ ഐപോഡ് ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചതിൽ നിന്നും 2 സ്പോട്ടുകൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതായത് പലതവണ ഡ്രോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ടും അപ്പോൾ മൂന്നാമത്തെ സ്പോട്ട് കൂടി കണ്ടെത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ 2 സ്പോട്ടുകളും ആദ്യം കണ്ടെത്തിയ സ്പോട്ടുകൾ, ഒന്ന് നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞ ആ കൈവരി, അതായത് ഈ
സേഫ്റ്റി ലൈനിങ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സേഫ്റ്റി ലൈനിൻ്റെ രൂപത്തിലാണ് ആദ്യത്തെ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് ഒരു ടവറിൻ്റെ ഷേപ്പിലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിലും ഈ നമ്മുടെ ട്രക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. മൂന്നാമതായി കണ്ടെത്തിയ സ്പോട്ടിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. കാരണം അത് നമ്മുടെ ക്യാബിനാണോ, അതുപോലെ ക്യാപ്സൂളിൻ്റെ ക്യാബിനാണോ, അതോ ഈ ലോറിയും ട്രക്കും ക്യാബിനും കൂടി കിടക്കുന്നതാണോ എന്നും കൃത്യമായി അറിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരു ലോറിയുടെ ട്രക്കിൻ്റെ രൂപത്തിലാണെന്ന് അത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ രണ്ട് ഭാഗങ്ങളും കൂടി ഒന്നിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ഒരു ലോഹഭാഗം കണ്ടെത്താൻ കഴിയില്ല എന്ന് തന്നെ പറയാം. അതായത് 4 ഭാഗങ്ങൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. അതിൽ 3 കണ്ടെത്തിയത്. പക്ഷേ 2 ഭാഗങ്ങൾ കൂടി ഒന്നിച്ച് ചേർന്ന് കിടന്നാൽ നമ്മുടെ ഒരു മൂന്നാമത്തെ ലോഹത്തിൻ്റെ ഒരു സ്പോട്ടേ കണ്ടെത്താനാകൂ എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അതായത് ട്രക്ക് എവിടെയാണെന്ന് പലതവണ ഡ്രോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ മൂന്നാമത്തെ സ്പോട്ട് നമ്മൾ കണ്ടെത്തിയത്. അതുകൂടാതെ നമുക്ക് ഈ ഇത്ര ദൂരത്ത്, അതായത് ഈ ട്രക്ക് കണ്ടെത്തിയത്, മൂന്നാമത്തെ സ്പോട്ട് കണ്ടെത്തിയത് ഏകദേശം നമ്മൾ ലോറി നിർത്തിയിട്ടുള്ള ഭാഗത്ത് നിന്ന് 60 മീറ്റർ ദൂരെയാണ്. പക്ഷെ അപ്പോഴും ചെറിയൊരു സംശയം ജനിപ്പിക്കുന്നുണ്ട്, ഇത്ര വലിയ ലോഡുമായി ഇത്ര ദൂരേക്ക് എങ്ങനെ വണ്ടി എത്തി എന്നുള്ളത്. പക്ഷേ ഈ വാഹനം അവിടെ എത്തിയത് എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലായി. കാരണം അത്രയേറെ ലോഡ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇത് വെള്ളത്തിൽ വലിയ ഒരു ചെറിയൊരു വെള്ളത്തിൽ ഗ്രിപ്പ് കിട്ടിയിട്ട് കുറച്ച് ദൂരം നീങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 60 മീറ്റർ ദൂരത്തെത്തിയപ്പോൾ ഈ ട്രക്കിൽ നിന്നും അതിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന അക്കേഷ്യ തടികൾ പൊട്ടിത്തെറിച്ചു പോയതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ തടികൾ ഏകദേശം ആ ഗംഗാവലി പുഴയിൽ 8 കിലോമീറ്റർ ദൂരെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന വിവരങ്ങളൊക്കെ നമ്മളോട് കൃത്യമായി അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ, അതായത് മേജർ ജനറൽ ഇന്ദ്രപാലൻ എന്ന ആൾ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹമാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. നേവിയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും NDRFൻ്റെയും ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ചിത്രങ്ങളെടുത്ത് കൃത്യമായി ആ സ്ഥലം കണ്ടെത്തി കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ബാക്കി കണ്ടെടുക്കൽ നേവി, വെള്ളത്തിലായതുകൊണ്ട് നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് ടീം ആണ്. അതായത് ഏകദേശം ഈ ലോറിയുടെ ട്രക്ക് ഭാഗം മൂന്നാമത്തെ സ്പോട്ട് കിടക്കുന്നത് 10 മീറ്റർ ആഴത്തിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 10 മീറ്റർ ആഴത്തിൽ ചെന്നിട്ട് വേണം, അത്ര അടിയൊഴുക്കാണ് അവിടെ നടക്കുന്നത്. അവിടെ ചെന്ന് ഈ സ്കൂബ ഡൈവേഴ്സിന് ഇതുവരെയും അവിടെ ഡൈവ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയില്ല. കാരണം വലിയ തോതിൽ ഒഴുക്കായതുകൊണ്ട് അവർ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇനി നാളെ ഈ സ്പോട്ടിലായിരിക്കും ഡൈവേഴ്സ് ഇറങ്ങുക. കാരണം എങ്ങനെ ഇറങ്ങുമെന്ന് ഇതുവരെയും ഒരു തീരുമാനമില്ലാത്തൊരവസ്ഥയാണ്. കാരണം അവർ ഇത്രയേറെ ഒഴുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഒരു മനുഷ്യജീവൻ നമ്മൾ ഏതായാലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് ഏത് ഫോഴ്സാണെങ്കിലും നമ്മൾ മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത് എങ്ങനെ ഇറങ്ങും എന്നുള്ള ഒരു വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത്ര വലിയ അടിയൊഴുക്കാണ് അവിടെ നടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ട്രക്കാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ അവിടെ ഫിസിക്കലായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിൽ കണ്ടെത്തിയ ഈ ട്രക്ക് ആണെന്ന് അവിടുത്തെ സ്കൂബ ഡൈവേഴ്സ് അവിടെ ഇറങ്ങി പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അവർ ഇത് ഉറപ്പിച്ചു പറയുള്ളൂ എന്നും
അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ചിത്രങ്ങളുടെ, അതായത് സ്കാനർ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ചിത്രങ്ങളുടെ അഭിപ്രായത്തിലാണ് നമ്മൾ ഏകദേശം ഈ ട്രക്കാണ് അതിൻ്റെ വീതിയും അതുപോലെ തന്നെ നീളവും ഒക്കെ കണ്ട് ഒരു ധാരണ അങ്ങനെയാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. കാരണം ട്രക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു ചിത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതേതായാലും നാളെ ഇന്നും വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ അത് നാളെയും അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം നാളെ നമുക്ക് ഇന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ എത്രത്തോളം ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. കാരണം നാളെ ഇന്നത്തെ അതേപോലെയുള്ള അവിടെ അടിയൊഴുക്കാണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാവും. അത് അവരെ ഈ ഏകദേശം രാത്രി വൈകി തന്നെ ഇന്ന് അവിടെ അർജുൻ്റെ ഒരു ജീവസാന്നിധ്യം, അതായത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരുടെ തെർമൽ സ്കാൻ ഉപയോഗിച്ച് കണ്ടെത്താനാവും എന്നാണ് മേജർ ജനറൽ ഇന്ദ്രവാലൻ അറിയിച്ചിട്ടുള്ളത്. ആ ഒരു വിവരം ഇന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്കറിയാൻ കഴിയും. പക്ഷേ നമുക്ക് ഇപ്പോഴും വളരെയധികം സങ്കടകരമായ ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്നത് ഈ വണ്ടി കണ്ടെത്തിയിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ അർജുൻ എവിടെ? അതാണ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഈ 3 ടീമുകളും നമുക്ക് അവരുടെ വീട്ടുകാരോടും അതുപോലെ തന്നെ നമ്മൾ ഈ ആളുകളോടും എല്ലാവരും അർജുന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളോട് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം നമ്മളിപ്പോൾ അവിടെ ഈ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി വ്യക്തമായി ക്യാബിൻ കണ്ട് വാഹനം അവിടുന്ന് എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിൽ ഈ അർജുൻ എന്ന ആൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയാണുള്ളത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വാഹനമല്ല വേണ്ടത്. വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വിടാം. നമുക്ക് ഈ അർജുനാണ് നമുക്ക് ആദ്യമായി കണ്ടെത്തേണ്ടത്. അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ട്രക്ക് കണ്ടെത്തുന്നത്. അതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അല്ലാതെ ട്രക്കിന് വേണ്ടിയല്ല. ഈ അർജുൻ ക്യാബിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ഏകദേശം 100% വിശ്വാസത്തിലാണ് ആ ട്രക്കിൻ്റെ ക്യാബിൻ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. കാരണം അതിൻ്റെ മുന്നേ ഈ അപകടം നടക്കുന്ന മണ്ണിടിച്ചിൽ നടക്കുന്നതിൻ്റെ മുന്നേ ഏകദേശം അദ്ദേഹത്തെ അവിടെ കറക്റ്റായിട്ട് ആ വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ ഉറങ്ങിക്കിടക്കുന്ന അർജുനെ അതിൻ്റെ മുന്നേ പോയ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കണ്ട ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം ആ വാഹനത്തിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേവിയും കരസേനയും അതേപോലെ തന്നെ NDRFും സംയുക്തമായി അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ആ വാഹനം തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കാരണം വാഹനം തിരിച്ചെടുത്താൽ നമുക്ക് അർജുനെ അതിൻ്റെ ക്യാബിനുള്ളിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം, അതായത് 100% വിശ്വാസത്തിലാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ രക്ഷാദൗത്യങ്ങൾ അതുപോലെ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് തന്നെ ഈ വാഹനം കണ്ടെത്തി അദ്ദേഹത്തെ എടുക്കുക എന്നുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതിനാൽ നമുക്ക് വളരെയധികം കാത്തിരിക്കാം. ഈ അർജുനെ നമുക്ക് ആ വാഹനത്തിൽ നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നാളെ അതിനൊരു തടസ്സം കൂടിയുണ്ട്. ഈ വാഹനം നമ്മൾ നാളെ കണ്ടെത്താൻ അവർ ഫിസിക്കൽ ഇറങ്ങി അവിടെ ഡൈവേഴ്സ് ഇറങ്ങി വാഹനം കണ്ടെത്തുന്നത് വരെ നമുക്കൊരു വ്യക്തമായ ധാരണ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയാം. അത് ലോറിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ നേവിയുടെ ഡൈവേഴ്സ് വ്യക്തമായി പറഞ്ഞാൽ മാത്രമേ അത് വാഹനമാണെന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കൂ. പിന്നെ കൂടാതെ ആ ലോറി 10 മീറ്റർ ആഴത്ത് കിടക്കുന്ന ലോറി അവിടെ നിന്നും പൊന്തിച്ചെടുക്കും. അതും ഒരു റിസ്ക് തന്നെയാണ്. ഒരു ഏറ്റവും വലിയ ഒരു ടാസ്ക് തന്നെയാണ് ആ ലോറി എങ്ങനെ പുറത്തെടുക്കും എന്നുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ വേറെ ഒരു ഭാഗം നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് തന്നെ ഏകദേശം അവിടെ മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന്.
ഈ തെർമൽ സ്കാനിങ്ങിലൂടെ അറിയാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഇപ്പോഴും അവിടെ ഡ്രോൺ ഉപയോഗിച്ച് ഈ തെർമൽ സ്കാനിങ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ മനുഷ്യൻ്റെ ജീവൻ മനുഷ്യ ശരീരം ഉണ്ടെങ്കിൽ അത് എടുക്കാനാവും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഡ്രോണിൽ അവിടെ പരിശോധന നടത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് നാളെ വലിയ പ്രതീക്ഷകൾക്കായി നമുക്ക് കാത്തിരിക്കാം. നാളെ എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഏതായാലും നമുക്ക് നാളത്തെ പ്രതീക്ഷിക്കാം. നാളെ നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്തട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി കാത്തിരിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീണ്ടും പുതുപുത്തൻ വാർത്തയും വിശേഷങ്ങളും എൻ്റെ അറിവിലേക്ക് എത്തിയാൽ ഞാൻ ഉടനെ തന്നെ ആ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആണ്.